നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് പോവുകയാണ്. കേരളത്തെ സംബന്ധിച്ച് വലിയൊരു പദ്ധതി, അഭിമാന നിമിഷം. കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഇന്ത്യയെയും ലോകത്തെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് വിഴിഞ്ഞം പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തുറമുഖത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിശ്ചയദാർഢ്യത്തോടുള്ള ഇടപെടലിലൂടെയാണ് ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ടിൻ്റെ ഉദ്ഘാടനം ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്താൻ പോവുകയാണ്. ജനങ്ങളെല്ലാം വളരെ ആഹ്ലാദത്തിലാണ്, ആവേശത്തിലാണ്. അപ്പോഴാണ് ഈ ക്രെഡിറ്റ് മത്സരം. ഇതിൻ്റെ ക്രെഡിറ്റും ജനങ്ങൾക്ക് നന്നായി അറിയാം. ആരാ കൊണ്ടുവന്നതെന്നും ആരാ നടപ്പിലാക്കുന്നതെന്നും ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ക്രെഡിറ്റിന് കൊടികുത്തിയാലൊന്നും കൊടുത്താവില്ല. അതുകൊണ്ടായിരിക്കും പിണറായി സഖാവ് കഴിഞ്ഞ ദിവസം തറക്കല്ലിട്ടാൽ പദ്ധതി ആവില്ലല്ലോ എന്ന് ചോദിച്ചത്. അതെ, അത് കറക്റ്റല്ലേ. പദ്ധതി ആവണമെങ്കിൽ അതിൻ്റെ പിന്നിൽ തന്നെ ഇത് പൊളിക്കാൻ വേണ്ടി നടന്നതാണല്ലോ. ഒരു ഘട്ടത്തിൽ ഒരു തരത്തിലും ഞങ്ങളിത് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് സമരം നടത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ഒരു വെടിവെപ്പിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനം പ്രതിപക്ഷം മുഴുവൻ കേരളത്തിൽ നടത്തിയതാണ്. UDF-ഉം അതുപോലെ തന്നെ അതിൻ്റെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ ഇവരെല്ലാം ഒരു രൂപ പോലും തരാത്ത കേന്ദ്രവും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഒറ്റ നയാ പൈസ അവരുടെ ഭാഗത്തില്ല. പക്ഷേ ഇപ്പോൾ കൊടിയെല്ലാം ഉയർത്തിയിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇരുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.